കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണം കൂടുതലാണ്. പാമ്പുകടി ഏൽക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? നോക്കാം. മനുഷ്യരായ നമുക്ക് പോലും ചൂട് സഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ മാളത്തിലിരിക്കുന്ന പാമ്പുകളുടെ കാര്യം പറയണോ? ചൂട് കൂടുമ്പോൾ അവ മാളത്തിൽ നിന്നും തണുപ്പുള്ള വാസസ്ഥലം തേടിയിറങ്ങും. അതുകൊണ്ട് തന്നെ വീട്ടുപരിസരത്തെ പുല്ലും കാടുകളും വെട്ടിത്തെളിച്ച് സൂക്ഷിക്കലാണ് ഇതിൽ പ്രധാനം. വിറക്, ചിരട്ട, പഴയ പാത്രങ്ങൾ എന്നിവ കൂട്ടിയിടാതെ ഇരിക്കുക. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചം ഉപയോഗിക്കുക. പറമ്പിലിറങ്ങുമ്പോൾ കട്ടിയുള്ള പാദരക്ഷകളും നീളമുള്ള പാന്റും ധരിക്കുക. വീടിനോട് ചേർന്നുള്ള വിടവുകളിൽ പാമ്പുകൾ കടക്കാതിരിക്കാൻ അടച്ചു സൂക്ഷിക്കുക. പാമ്പിന്റെ കടിയേറ്റാൽ ഒരിക്കലും പരിഭ്രമിക്കരുത്. കടിയേറ്റവർ ഭയന്ന് ഓടുകയും ചെയ്യരുത്. വിഷം പെട്ടെന്ന് ശരീരത്തിലാകെ വ്യാപിക്കാൻ ഇതു കാരണമാകും. കടിയേറ്റ ഭാഗത്തെ വിഷം കലർന്ന രക്തം ഞെക്കിക്കളയുകയോ കീറിയെടുക്കാനോ ശ്രമിക്കരുത്. രോഗിയെ കിടത്തരുത്. കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ താഴെ വരുന്ന രീതിയിൽ വെക്കുക. എത്രയും പെട്ടെന്ന് ആന്റി സ്നേക് വെനമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. മുറിവിന് മുകളിൽ തുണിയോ കയറോ കെട്ടരുത്. ഇങ്ങനെ ചെയ്താൽ രക്തയോട്ടം കുറഞ്ഞ് കോശങ്ങൾ നശിക്കും. അതുപോലെ മുറിവ് കീറാനോ വായ ഉപയോഗിച്ച് വിഷം വലിച്ചെടുക്കാനോ ശ്രമിക്കരുത്. മുറിവിൽ ഐസ്, പച്ചമരുന്ന് എന്നിവ വെച്ച് പരീക്ഷിക്കാൻ പാടില്ല. പാമ്പിനെ കണ്ടാൽ ഉടൻ തന്നെ വനംവകുപ്പിനെ അറിയിക്കാനും ശ്രദ്ധിക്കണം. രാജവെമ്പാല, മൂർക്കൻ, ശംഖുവരയൻ എന്നിവയുടെ വിഷം മനുഷ്യ നാഡീമണ്ഡലത്തെയാണ് ബാധിക്കുന്നതെങ്കിൽ അണലിയുടെ വിഷം രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത്. നാഡീമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധയേറ്റാൽ കാഴ്ചമങ്ങൽ, ശ്വാസതടസ്സം, ആമാശയവേദന എന്നിവയും ഉണ്ടാകും. രക്തമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധയേറ്റാൽ കടിയേറ്റ ഭാഗത്ത് നീരും തലകറക്കവും ഉണ്ടാകും. കൂടാതെ രോമകൂപങ്ങളിലൂടെ രക്തം പൊടിയുകയും ചെയ്യും. അപ്പോൾ ചൂടുകൂടിയ ഈ സാഹചര്യത്തിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക.